ഇന്ന് ഞങ്ങളുടെ അച്ചാച്ചന്റെ ചാത്തായ കാരണം കൊണ്ട് പുലർച്ചെ തന്നെ ഇൻറ്റിനിട്ടാ ബലിയിടാനായിട്ട്. മാമന്റെ രണ്ടാമത്തെ സന്തതിക്കാണെങ്കിൽ ഉറക്കൊന്നുമില്ല. ചക്കൻ നേരത്തെ ഇൻറ്റിരിക്കേണ്ടി പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. ഞങ്ങൾ ബലിയിടാൻ പോണത് ചെറുത്തുരുത്തിയിലേക്ക് കണ്ടാ. അവിടെ എത്തുമ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ട്രൗസർ ഇട്ടാ ചെന്നത്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബലിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ. ബലി ചെയ്യണക്കിടക്കാണ് ഒരു ആനക്കൂട്ടം അങ്ങനെ കുണിഞ്ഞു വരുന്നു. എവിടേക്ക് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളും പിന്നാലെ പോയി. അതിന്റെ പിന്നാലെ പോയപ്പോ ഒരു കുളിസീന് കാണാൻ പറ്റി, ഒരു സൂര്യോദയം കാണാൻ പറ്റി. അത് കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടുത്തെ പരിപാടിയൊക്കെ ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അച്ചാച്ചൻ ഞങ്ങളെ വിട്ടാക്കുന്നിട്ട് ഇന്നേക്ക് 1 വർഷം കഴിഞ്ഞുട്ടാ. മാമന്റെ ഈ സന്തതിക്കാണെങ്കിൽ ഉറക്കം പറഞ്ഞ സാധനമില്ല. പക്ഷെ ഈ സന്തതിയോ ഭയങ്കര ഉറക്കാണ്. അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ ഈ സന്തതി അപ്പോഴേക്ക് എനിക്കൂട്ടാ. ചെക്കനാണെങ്കിൽ മുഖം കാണിക്കാൻ ഭയങ്കര നാണക്കേട്ടാണ്. അവന്റെ നാണപ്പം തന്നെ മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ നേരത്തെ പറഞ്ഞ ഉറങ്ങാത്ത സന്തതി എന്ന് പറഞ്ഞ നാവിടെ തുള്ളിൽ കിട്ടപ്പോഴേക്കും ചക്കൻ കിടന്ന് ഉറങ്ങി. പോണ വഴിക്ക് എന്തായാലും മീൻ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുറെ തരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളിച്ചത് ഈ കാണുന്ന മീനാണ്ടാ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അച്ചാച്ചന്റെ ഫോട്ടോയിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് തുറച്ചു വൃത്തിയാക്കി. വരുന്ന വഴിക്ക് പിന്നെ മുല്ലപ്പൂ കുടിച്ചിരുന്നു. അതും ഫോട്ടോയിൽ കൊളുത്തി. അങ്ങനെ അപ്പോഴേക്കും പിന്നെ ചായ കുടിക്കാനുള്ള സമയമായി. ഇന്നാണെങ്കിൽ ഇഡ്ഡലിയും ചട്നിയൊന്നും ഉണ്ടാകുന്നത്. 80 ആൾക്കാർ വരുന്ന പറഞ്ഞുള്ള കാരണം കൊണ്ട് കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചേക്കുള്ള പരിപാടി എനിക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലാട്ടാ. എന്നെ സഹായിക്കാൻ എന്റെ കൂടെ ഒരു ബംഗാളിയും കൂടിയുണ്ട്. ബംഗാളിനെ വിളിക്കാൻ ഈ ബംഗാളി എല്ലായിടത്തും പണിയെടുക്കും. ഇവിടത്തെ പണിക്കാരിൽ മെയിൻ ഇവൻ തന്നെയാ. നീയാണോ മെയിൻ പണിക്കാരൻ? അതെയാ? ആൾക്കാരൊക്കെ വരാൻ സമയക്കാരം കൊണ്ട് വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വന്നപ്പോഴോ ഓരോരുത്തരുടേതായ തിരക്കിലാണ്. നമ്മുടെ ബംഗാളി പണിയെടുത്ത് ക്ഷീണിച്ചു ചക്കൻ പെട തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെട്ടു വിചാരിച്ചിരിക്കുന്ന നേരത്താണ് മാമന്റെ രണ്ടാമത്തെ സന്തത്തെ എക്സാം കഴിഞ്ഞ് വന്നുള്ളത്. അതേ ബംഗാളി അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. ചക്കനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ഇപ്പൊ മോന്തൊക്കെ മാറുന്ന കാണാം. സാധാരണ തല്ല് കിട്ടുന്നതാണ്. ഇപ്രാവശ്യം ചക്ക ക്ഷമിച്ചെന്നുണ്ട്. അമ്മമ്മയൊക്കെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. ലെവനാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വരാന്നാണെങ്കിൽ എന്റെ അടുത്ത് തന്നെ ഇരിക്കേണ്ടത് എപ്പോഴും. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് കഴിയും. അപ്പൊ ഓക്കെ ബൈട്ടാ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാപ്പോ.